കോൺക്ലേവ് നവംബറിൽ ഉണ്ടാകില്ല. പ്രശ്നങ്ങളിൽ തീരുമാനമുണ്ടാകും വരെ കോൺക്ലേവ് നീട്ടിവെക്കാനാണ് ആലോചന. പകരം തീയതിയുടൻ തീരുമാനിക്കും. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നൽകും. സഹിൻ, ഏതു സാഹചര്യത്തിലാണ് ഈ കോൺക്ലേവ് നീട്ടിവെക്കുന്നത്? ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണോ അതോ പല കാര്യങ്ങളിലും തീരുമാനമാകാത്ത സാഹചര്യങ്ങളിലാണോ? ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ കോൺക്ലേവിൽ ഒരു പക്ഷേ നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ അടക്കം പ്രതിഷേധം രംഗത്ത് വന്നിരുന്നു. പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ നയരൂപീകരണ സമിതിയിൽ 10 പേരാണുള്ളത്. ആ 10 പേരിൽ തന്നെ പല ആളുകളും ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ്. മുൻപ് തിരക്ക് പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യരും ഒപ്പം തന്നെ രാജീവ് രവിയും ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. കൂടാതെ മുകേഷ് അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വനിതാ സംഘടനകൾ അടക്കം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോൺക്ലേവ് ഉടൻ നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഒരു കൃത്യമായി സംഘടനകളിലേക്ക് ഈ കാര്യം എത്തിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വേട്ടക്കാരെയും ഒപ്പം തന്നെ ഇരകളെയും ഒരുമിച്ചിരുത്തി ഒരു കോൺക്ലേവ് നടത്താൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഒപ്പം തന്നെ ഈ WCC പോലെയുള്ള വനിതാ സംഘടനകളും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നക്കാരെയെല്ലാം മാറ്റി നിർത്തി ഒരു കോൺക്ലേവിലേക്ക് പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 10 പേരുള്ള സമിതിയിൽ തന്നെ പല അംഗങ്ങളും ഇപ്പോൾ ഇല്ല. ആ സമിതി തന്നെ പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇത് നടത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നടത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ചലച്ചിത്ര അക്കാദമിക്കാണ് ഇത് സംബന്ധിച്ചുള്ള നടത്തിപ്പ് അവകാശം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നടത്തിപ്പിനുള്ള ചുമതല നൽകിയിരുന്നത്. പക്ഷേ അവിടെയും ചില അനിശ്ചിതകൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യമെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് കോൺക്ലേവ് ഇപ്പോൾ നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ നവംബർ 23-ന് നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പുതിയ തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ആതിര മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുള്ള ആരോപണങ്ങളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സഹിൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ ആൾക്കാർക്കെതിരെ പരാതികൾ വരുന്നുണ്ട്, കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പോക്ക് എങ്ങനെയുണ്ട്? ഇനി എത്ര പേർക്കെതിരെ ആരോപണം വരും? അതിലൊക്കെ ഒരു തീരുമാനമാകട്ടെ എന്നിട്ട് മതി എന്നുള്ളതും കൂടി ഒരു കാരണമാണോ? അതുതന്നെയാണ് അത്തരത്തിലുള്ള ഒരു കാരണം കൂടിയുണ്ട്. കാരണം വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി ഒരു കോൺക്ലേവ് നടത്തുന്നതിനോട് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിയോജിപ്പ് പല ഇടങ്ങളിൽ നിന്നുമുണ്ട്. മാത്രമല്ല നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്ന നയരൂപീകരണ സമിതിയിലെ അംഗങ്ങൾ പല ആളുകളും മാറി നിൽക്കുകയാണ്. മുകേഷിനെ പോലെയുള്ള ആളുകൾ ഒരുമിച്ച് ഇവരോട്, അതായത് നയരൂപീകരണത്തിന് വരുന്ന കോൺക്ലേവിന് വരുന്ന മറ്റു ആളുകളോട് അദ്ദേഹത്തെ പോലെ ആരോപണ വിധേയരോടൊപ്പം ഇരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് കൂടുതൽ ആളുകളും അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ഈ നടിയുടെ പരാതിയിൽ 6 പേർക്കെതിരെ കേസ് കൊച്ചിയിലുണ്ട്. ആ കൊച്ചിയിലെ അന്വേഷണ സംഘം അവർ അന്വേഷണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെയായിരിക്കും നടിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ശരി, എന്തായാലും സിനിമാ കോൺക്ലേവ് നവംബറിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന അപ്ഡേറ്റ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.